ചോറ്റാനിക്കരയിൽ ഭിന്നശേഷിക്കാരെ പോക്സോ അതിജീവിതയെ കൊലപ്പെടുത്താൻ ശ്രമിച്ച കേസിൽ തലയോലപ്പറമ്പ് സ്വദേശി അനൂപ് അറസ്റ്റിൽ. സംഭവ ദിവസം പ്രതി പെൺകുട്ടിയുടെ വീട്ടിലെത്തുന്ന CCTV ദൃശ്യങ്ങൾ 24 ലഭിച്ചു. ഈ ദൃശ്യങ്ങളേറെ നിർണായകവുമായി. മർദ്ദനമേറ്റ പെൺകുട്ടി അതീവ ഗുരുതരാവസ്ഥയിൽ ചികിത്സയിൽ തുടരുകയാണ്. ശനിയാഴ്ച രാത്രി 10:15 അനു പെൺകുട്ടിയുടെ വീട്ടിലെത്തിയത്. പെൺകുട്ടിയുമായി തർക്കിച്ചതിന് പിന്നാലെ പ്രതി അതിരൂക്ഷമായി മർദ്ദിച്ചു. ഇതിൽ മനം നൊന്ത് പെൺകുട്ടി ഷാൾ കുരുക്കി ആത്മഹത്യയ്ക്ക് ശ്രമിച്ചെന്നാണ് അനൂപിന്റെ മൊഴി. ഷാൾ മുറിച്ചിട്ട ശേഷം താൻ രക്ഷപ്പെട്ടെന്നും പ്രതി പോലീസിനോട് പറഞ്ഞു. ബലാത്സംഗ കുറ്റവും കൊലപാതക ശ്രമമാണ് ഈ കേസ് പെൺകുട്ടിയുടെ അമ്മയുടെ മൊഴിയുടെ അടിസ്ഥാനത്തിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. പ്രതി ചേർത്തിട്ടില്ലല്ലോ. ഞങ്ങൾ സംശയത്തിന്റെ അടിസ്ഥാനത്തിൽ ഒരാളെ ഞങ്ങൾ കസ്റ്റഡിയിൽ എടുത്തിട്ടുള്ളത്. അതായത് ബലാത്സംഗവും 64 BNSന്റെ 64ഉം 109. അനൂപ് ലഹരി കേസിലടക്കം പ്രതിയാണ്. ഇയാൾ വീട്ടിൽ വരുന്നതിൽ പെൺകുട്ടിയുടെ അമ്മ എതിർപ്പ് പ്രകടിപ്പിച്ചിരുന്നു. ബ്രെയിൻ മുഴുവൻ ഡാമേജായി. ഇനി ലങ്സിന്റെയും ഹാർട്ടിന്റെയും ഫംഗ്ഷനും ഉള്ളൂ. അതും പയ്യെ ഇതാവും. ഇവ മറ്റുള്ള ആളുകളുടെ പേര് പറഞ്ഞ് ഇവളെ ടോർച്ചർ ചെയ്യുവാന്ന്. കാരണം നീ അവൻ്റെ കൂടെയല്ല, നീ ഇവൻ്റെ കൂടെയല്ല എന്നും പറഞ്ഞ് ഇവളെ വല്ലാതെ ടോർച്ചർ ചെയ്യുമായിരുന്നു. തലച്ചോറിന് പരിക്കേറ്റ അതിജീവിത വെന്റിലേറ്ററിലാണ്. പെൺകുട്ടിയുടെ വീട്ടിലെത്തുന്ന യുവാക്കൾ നാട്ടുകാരെ ഭീഷണിപ്പെടുത്തിയിരുന്നതായും പോലീസിൽ പരാതിയുണ്ട്. നാളെ തെളിവെടുപ്പ് നടത്തും. വിഷ്ണു സുരേഷ്, 24 കൊച്ചി.